ഹായ്. ഇന്ന് മഴയൊക്കെയുള്ള ഒരു സുന്ദര സായാഹ്നമാണ്. ഒരു ചെറിയ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ ഏകദേശം 90% ആളുകളും ഇന്ന് സന്തോഷങ്ങളുടെ പുറകെ പോകുന്ന ആളുകളാണ്. ഈ സന്തോഷങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ അവർ സന്തോഷം കണ്ടെത്തുന്നു. പല കാര്യങ്ങൾ കൊണ്ട് അവർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളുടെ ആളുകൾ മാറിയിരിക്കുന്നു. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട്. നമ്മളുടെ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ആത്മഹത്യ. അത് കൂടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണമാലി എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരപ്പച്ചനെയും അമ്മച്ചിയെയും പരിചയപ്പെടാനായിട്ടിടയായി. എപ്പോഴും മക്കളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കാറുണ്ടായി. കാരണം എപ്പോഴും മക്കളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള അവരുടെ അപ്രോച്ച് വളരെ മനോഹരമായ സമീപനം, പോസിറ്റീവായിട്ടുള്ള സമീപനം, ഇതൊക്കെ എനിക്ക് അവരോടുള്ള ഇഷ്ടം വളരെയധികം കൂടി. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ അടുത്തുള്ള ഒരു സുഹൃത്തിനെ കാണാനായിട്ടിടയായി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഈ അപ്പച്ചനെ അമ്മച്ചിയെയും കുറിച്ച് അന്വേഷിച്ചു. അവർ ഇന്ന് അവരുടെ മക്കൾക്ക് അവരെ നോക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവർ ഇന്നൊരു വൃദ്ധസദനത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എനിക്ക് ആ സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുട്ടികൾ ഇന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു കുടുംബത്തിൽ സന്തോഷം എന്താണെന്നും ബന്ധങ്ങളുടെ വില എന്താണെന്നും കുട്ടികൾ അറിഞ്ഞു വേണം വളരാനായിട്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഓരോ രക്ഷകർത്താക്കളും, നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോരോ രക്ഷകർത്താക്കളും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ആ സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലേക്ക് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ സാധിച്ചു കൊടുക്കണ്ട. നമ്മളുടെ സന്തോഷങ്ങൾ കണ്ട് നമ്മളുടെ അച്ഛനോടും അമ്മയോടും ഉള്ള പെരുമാറ്റം, ആ പെരുമാറ്റം നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അത് കണ്ടു വേണം നമ്മുടെ കുട്ടികൾ വളരാൻ. അതിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഴയ ഉത്സവങ്ങളും അമ്പലങ്ങളും പള്ളികളും അതുപോലെ തന്നെ പല സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങളെയൊക്കെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കൊണ്ട് അത് കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ വളരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അമ്മയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നത് കണ്ട് നമ്മുടെ കുട്ടികൾ വളരണം. നമ്മളുടെ അച്ഛനോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ട് നമ്മുടെ കുട്ടികൾ വളരണം. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ ആ കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞ് അവർ വളരും. അവരുടെ ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോവാത്ത ഒരു മനസ്സ് അവരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ടതും അതെല്ലാത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും നമ്മൾ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓരോ കുട്ടിയും വളരുന്നത് സ്നേഹബന്ധങ്ങൾ കണ്ട് ആയിരിക്കണം. നമ്മളുടെ സന്തോഷങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ അച്ഛനെയും അമ്മയെയും കൂടി ചേർത്ത് നിർത്തിയ സന്തോഷങ്ങൾ കണ്ട് നമ്മുടെ കുട്ടികൾ വളരണം. സ്നേഹബന്ധത്തിൻ്റെ വാല്യൂ അറിഞ്ഞ് നമ്മുടെ കുട്ടികൾ വളരണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണമെന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സന്തോഷങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണം. ആ സന്തോഷങ്ങളുടെ പുറകെ തന്നെ നമ്മൾ പോകണം.
അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും ആ സന്തോഷങ്ങൾ കണ്ടു വളരണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു.